രാവിലെ ചായ കുടിക്കുമ്പോൾ ചിലർക്ക് മധുരം വേണം, ചിലർക്ക് മധുരം വേണ്ട. മധുരം എന്നത് ചായയിൽ ഒരു എസൻഷ്യൽ ഐറ്റം ഒന്നും അല്ല, നമുക്ക് ഓപ്ഷണലാണ്. പക്ഷെ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അതിൽ ഉപ്പില്ലെങ്കിലോ? ഉപ്പ് പലപ്പോഴും നമുക്ക് എസൻഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഗതിയാണ്. അത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാറുള്ള, എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ മെസ്സേജിങ് സംവിധാനം കംപ്ലീറ്റ് ഈ ഉപ്പിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് ജീവശാസ്ത്രപരമായും ഉപേക്ഷിക്കാൻ കഴിയാത്തതാണ് ഉപ്പ്. എന്നാൽ പഞ്ചസാര ജീവശാസ്ത്രപരമായി നമുക്ക് അത്ര വലിയ എസൻഷ്യൽ അല്ല എന്ന് നമുക്കറിയാം. അതുപോലെയാണ് നമ്മളുടെ ഫാർമസിയുടെ ഇൻവെൻട്രി മാനേജ് ചെയ്യുമ്പോൾ ABC കാറ്റഗറൈസേഷൻ നമുക്ക് വളരെ വ്യക്തമായി ധാരണയുള്ളതാണ്. നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം അത് നമ്മൾ സോഫ്റ്റ്വെയർ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ കൃത്യമായും പറഞ്ഞു കൊടുത്ത് ഉപയോഗിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ബിസിനസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ VD എന്ന് പറഞ്ഞ നമ്മളുടെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വൈറ്റൽ മെഡിസിൻസ് ഉണ്ട്, എസെൻഷ്യൽ മെഡിസിൻസ് ഉണ്ട്, ഡിസയർ മെഡിസിൻസ് ഉണ്ട്. അപ്പം നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചൊരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഇൻവെൻട്രിയിൽ വേണം. ഈ മരുന്നുകൾ ഇത്രയും ഈ ആശുപത്രിയിൽ ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം ഒരു പേഷ്യൻ്റ് ഇവിടെ എത്തിയാൽ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ മരുന്നുകൾ അത്യാവശ്യമാണ്. എന്നാൽ ചില മരുന്നുകളുണ്ട്, അത് നമുക്കുണ്ടെങ്കിൽ നല്ലത് ഉണ്ടായിരിക്കണം. എന്നാൽ വൈറ്റൽ മെഡിസിൻസിൻ്റെ അത്രയും അത്യന്താപേക്ഷിതമല്ല. എന്നാൽ ചില മരുന്നുകൾ സ്റ്റോക്കിലിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റ് കാര്യങ്ങൾ ഒന്നും മുടങ്ങില്ല, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അതൊരു വലിയ അത്യാവശ്യ കാര്യമല്ല. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതുപോലെ FSN ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫാസ്റ്റ്, സ്ലോ, നോൺ മൂവിങ്. പിന്നെ നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്നത് FEFO എന്ന് പറഞ്ഞ FIFO ആണ് പലരും ഉപയോഗിക്കുക. പക്ഷേ FEFO ആണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ലേറ്ററായിട്ട് വരുന്ന പർച്ചേസിൽ ഒരു ഷോർട്ട് എക്സ്പയറി ഉണ്ടെങ്കിൽ ആ മരുന്ന് അവിടെ ഇരുന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. FEFO ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേ. ഗ്രേപ്സിൽ ബൈ ഡിഫാൾട്ട് FEFO ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ FIFO ആക്കി മാറ്റാനായിട്ട് അതിനെ പറ്റും. സോ അങ്ങനെ ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിൽ നമുക്ക് മരുന്നിൻ്റെ ഇൻവെൻട്രിയെ മാനേജ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് ആൾറെഡി ഗ്രേപ്സ് HIMSൽ ഇംപ്ലിമെൻറ്റഡ് ആണ്. അത് നമ്മൾ വർക്ക് ചെയ്യുന്നത് നോക്കി കണ്ട് ബോധ്യപ്പെടണം. ഇത് വേണമെന്നാണ് ഈ ഒരു MOM 3Bയിൽ പറയുന്ന സൗണ്ട് ഇൻവെൻട്രി കൺട്രോൾ പ്രാക്ടീസസ് ഗൈഡ് ദ സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഏരിയകളിലും കൃത്യമായ നല്ല പ്രാക്ടീസുകൾ നമുക്ക് ഈ ഒരു ഇൻവെൻട്രി മാനേജ് ചെയ്യാനായിട്ട് വേണം. നമുക്ക് അത്തരത്തിൽ മെഡിസിൻസിനെ സ്റ്റോർ ചെയ്യുന്നതിന് ആൽഫബറ്റിക് ഓർഡർ ഓഫ് ജനറിക് മെഡിസിൻ യൂസ് ചെയ്യുമ്പം തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് ഇൻവെൻട്രി മാനേജ് ചെയ്യാനായിട്ട് ABCയും VD FSNും FEFOയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഈ മരുന്നുകളുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ റെഗുലർ ഇൻ്റർവെൽസിൽ നടത്തണം. അതിന് നമുക്ക് ഒരു പോളിസി സെറ്റിങ്സ് ഗ്രേപ്സിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഓരോ എംപ്ലോയിയും ഓരോ ഡ്യൂട്ടിക്ക് കയറുമ്പോഴും കുറച്ച് റാൻഡം സ്റ്റോക്ക് വെരിഫിക്കേഷൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. എന്തിനാണ്? നമുക്ക് മോഷണം നടന്നിട്ടുണ്ടോ, അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സ്റ്റോക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മുടെ ഹോസ്പിറ്റൽ തീരുമാനിച്ച ഇൻ്റർവെൽസിൽ ഗ്രേപ്സിൽ തന്നെ അതിൻ്റെ ഒരു ഇൻ്റർവെൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതുപോലെ ഇതിൻ്റെ ഒരു ഗുണം എന്താ? നമുക്കൊരു മോഷണമൊക്കെ നടന്നിട്ട് അവസാനം ഒരു വർഷാവസാനമല്ല സ്റ്റോക്ക് വേരിയേഷൻ വന്നെന്നറിയുക, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത്തരത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ സെയിലിനല്ലാത്ത കുറച്ച് മരുന്നുകൾ അവിടെ ഉണ്ടാവും. ആ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡം വേണം. അപ്പം ഫിസിഷ്യൻസ് സാമ്പിൾസ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന്
റെഗുലർ ഇൻവെൻട്രിയുടെ പാർട്ടായിട്ട് അല്ലാതെ ഉപയോഗിക്കുന്നതിനൊരു സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലിൽ വേണം. അപ്പം ഇത്രയാണ് ഈ ഒരു MOM3B നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നല്ലൊരു പ്രാക്ടീസ് വേണം ഇൻവെൻട്രി കൺട്രോളിന്. സൗണ്ട് ഇൻവെൻട്രി കൺട്രോൾ പ്രാക്ടീസസ് ആ ഒരു പ്രാക്ടീസ് ഗൈഡ് ലൈൻസിലായിരിക്കണം ദ സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻ ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ. നമ്മുടെ മൊത്തം ഓർഗനൈസേഷനിലെ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളെ അനുസരിച്ചായി.